ഹലോ മോട്ടോ ഞാൻ ഇന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പം എൻ്റെ വാട്സപ്പിൽ തുരുതുരേ മെസ്സേജുകൾ. എൻ്റെ വാട്സപ്പ് നിറയെ മെസ്സേജ് വന്നാലുള്ള പ്രശ്നം, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവരിട്ടേക്കുന്ന ഈ ലിങ്കൊന്നും ഞാൻ കയറി നോക്കാനൊന്നും നിന്നില്ല. നേരെ തന്നെ നമ്മുടെ അല്ലുഡായിപ്പ് ടീംസിൻ്റെ വീഡിയോയിലോട്ട് ഞാൻ അങ്ങ് ചാടിക്കയറിയപ്പം എപ്പോഴും ഉള്ളതുപോലത്തെ ഒരു വീഡിയോ തന്നെ. അപ്പോൾ എന്താണ് ഗുരുതരമായ ഈ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ വാട്സപ്പിൽ കയറി വന്നു. സംഭവം അവർ വീഡിയോ നോക്കിയപ്പോൾ അവർ എന്നും പറയുന്ന ഇവരുടെ മൂത്ത ഭർത്താവും പിന്നെ ഉമ്മയും തമ്മിലുള്ള അവിഹിതം. അപ്പോൾ അത് നാച്ചുറൽ ആണല്ലോ. കാരണം ഈ പുള്ളിക്കാരത്തിയുടെ ഈ ചെറ്റ സ്വഭാവം പുറത്താക്കിയത് ഉമ്മയാണ് എന്നാണ് ഈ പുള്ളിക്കാരത്തി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റായ ധാരണ. ഈ പുള്ളിക്കാരത്തിയുടെ ചെറ്റ സ്വഭാവം ഇവർ തന്നെയാണ് പുറത്ത് കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ വാട്സപ്പിൽ കയറി ഇവർ ഓരോരുത്തരും ഇട്ട മെസ്സേജുകൾ ഞാൻ നോക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇടാൻ അവർക്ക് സാധിക്കുന്നില്ല. അതായത് ഇവരുടെ വാട്സപ്പിൽ അവരൊക്കെയും ബ്ലോക്കായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും ഈ കാര്യം പിന്നെ ഇടാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അത് ബീനൊന്ന് പറയുമോ എന്ന് പറഞ്ഞിട്ടാണ് അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാനുണ്ടായ റീസൺ. അതായത് ഒരു വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിയുമ്പോൾ അവരുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം ഈ ഇണകൾക്ക് നഷ്ടപ്പെടുന്നില്ല. അതായത് ഒരു സ്ത്രീയും പുരുഷനും വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ആ സ്ത്രീക്ക് പുരുഷന്റെ മാതാപിതാക്കളുമായിട്ടോ ആ പുരുഷന് ആ സ്ത്രീയുടെ മാതാപിതാക്കളുമായിട്ടോ ഉള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നില്ല. മറിച്ച് വിച്ഛേദിക്കപ്പെടുന്നത് ഈ സ്ത്രീ പുരുഷന്റെ ബന്ധം മാത്രമാണ്. മരണം വരെ, ആ മാതാപിതാക്കളുടെ മരണം വരെ ഈ ആളുകളെ, അതായത് മുമ്പ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിരുന്ന ആ രണ്ടുപേരുടെയും പാരൻസിന് ആ വ്യക്തികളുമായി ബന്ധം നിലനിർത്താം. അതിന് വുളു മുറിയുന്ന ഒരു സംഭവം പോലും ഇല്ല എന്നാണ് അവർ പറയുന്ന. എത്രത്തോളം സത്യമാണ് എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അന്യപുരുഷൻ എന്ന് പറയുന്നത് അന്യപുരുഷൻ തന്നെയാണ്. രക്തബന്ധമില്ലാത്തവരെല്ലാം അന്യപുരുഷന്മാരാണ്. അപ്പോൾ അവർ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇപ്പോഴാണ് അവർ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നത് ഭാര്യയുടെ, അതായത് നേരത്തെ ഭാര്യയായിരുന്ന വ്യക്തിയുടെ മാതാപിതാക്കളെ സ്പർശിക്കുന്നത് കൊണ്ട് ആ പുരുഷന്റെ വുളു പോലും മുറിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പറയണം ബീനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെവിടെ നിന്നാണ് ആലിമിന് പഠിച്ചത് എന്നുകൂടി ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ എല്ലാം അറിയാമെന്ന് പറയുമ്പോഴും ദിവസം പ്രതി അവർക്ക് ഒന്നും തന്നെ അറിയാൻ പാടില്ല എന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും കൂടി പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികൾക്ക് മുഹറത്തിനല്ല നോമ്പിൻ്റെ സമയത്ത് കുട്ടികൾക്ക് സ്കൂൾ അടച്ചു. ഈ വലിയ പെരുന്നാളിൻ്റെ സമയത്ത് കുട്ടികൾക്ക് സ്കൂൾ അടച്ച സമയത്ത് ഇവർ വന്നിട്ട് പറയുകയാണ് സ്കൂൾ തുറപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളുടെ മദ്രസ അടച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ വലിയ പെരുന്നാളിന് 10 ദിവസത്തെ ലീവ് കൊടുക്കും എന്നുള്ളത് പോലും അവർക്കറിയില്ല. ഇവരുടെ എത്ര മക്കൾ മദ്രസയിൽ പഠിച്ചതാണ് എന്നിട്ട് പോലും അവർക്ക് അറിയില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുഹറത്തിന് നോമ്പുണ്ടെന്നും മുഹറം 1 തന്നെ വന്നിരുന്ന് പച്ച തെറി വിളിക്കുന്ന ഇവർക്ക് അറിയാൻ പാടില്ലേ മുഹറം നോമ്പ് ഉണ്ടെന്നുള്ള കാര്യവും. ഇനി നോമ്പ് എടുക്കുന്നില്ല എങ്കിൽ പോലും നോമ്പിൻ്റെ ദിവസം തന്നെ അവരിങ്ങനെ വന്ന് പറയുമ്പോഴും അവർ ഇസ്ലാം ആണെന്ന് പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും അവർ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ അവർ പറയാൻ പറഞ്ഞതാണേ, ഇതവിടെ കഴിഞ്ഞു. എൻ്റെ രണ്ടാമത്തത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് മോള് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. മോൾക്ക് അനീമിയ ആയതുകൊണ്ട് തന്നെ മോളുടെ പ്രസവം നേരത്തെ നടക്കും. അനീമിയ ഉള്ള സ്ത്രീകളുടെ പ്രസവം നേരത്തെ നടക്കും കേട്ടോ. അതായത് മാസം തികയാതെ പ്രസവിക്കാം. പക്ഷേ അവർക്ക് വേറെ ഒരുപാട് സിംറ്റംസ് കൂടിയുണ്ട്. അതായത് അമിതമായ ക്ഷീണം, തലകറക്കം, ഛർദിക്കണം എന്നുള്ള തോന്നൽ, ഇതൊക്കെ ഉണ്ട്. അനീമിയയുടെ ലക്ഷണങ്ങളാണ് അതൊക്കെ. പിന്നെ അതേ കണക്ക് തന്നെ ഗർഭിണികളിൽ അനീമിയ കണ്ടുവന്നാൽ അവരുടെ ശരീരത്തിൽ രക്തം കുത്തിവെക്കുക. അതായത് ഈ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന രക്താണുക്കളുടെ അളവിലുള്ള വ്യത്യാസം. ഈ ചുവന്ന രക്താണുക്കളാണ് മനുഷ്യ ശരീരത്തിൽ
മനുഷ്യ ശരീരത്തിലല്ല, ജീവശരീരങ്ങളിൽ പിന്നെ ശരീരത്തിനുള്ളിലെ ഓക്സിജൻ നിലനിർത്തുന്നത് ചുവന്ന രക്താണുക്കളാണ്. ഈ ചുവന്ന രക്താണുക്കളുടെ അളവിലുണ്ടാകുന്ന കുറവാണ് അനീമിയായിട്ട് കാണപ്പെടുന്നത്. അപ്പം അതിന് നല്ല ഇലക്കറികളൊക്കെ കഴിച്ചാൽ മതി. ഗർഭിണികൾ സാധാരണ ഇലക്കറികൾ, അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, ബീട്രൂട്ട്, ചീര, ചുവന്ന ചീര, പിന്നെ എന്താണ് മറ്റേ ഇതുണ്ടല്ലോ പോംഗ്രാനൈറ്റ്, ഇതൊക്കെ കഴിച്ചാൽ തന്നെ സ്വാഭാവികം ഒരു ശരാശരി മനുഷ്യ ശരീരത്തിൽ കയറാനുള്ള ചുവന്ന രക്താണുക്കളൊക്കെ അങ്ങോട്ട് കയറും. അല്ലാതെ വെറുതെ വന്നിരുന്ന് എന്ന് പറയുമ്പോഴത്തേക്കും രക്താണുക്കളൊന്നും കയറില്ല. അപ്പോൾ നമുക്ക് അനീമിയ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ടുള്ള, പിന്നെ അതേ കണക്കിന് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഗുളിക ഉണ്ടല്ലോ, അത് സ്റ്റോപ്പ് ചെയ്യൂല. നമുക്ക് സാധാരണ ഒരു ഗർഭിണികൾക്ക് 3-4 മാസം മാത്രം ഫോളിക് ആസിഡ് കഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അയണിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഗുളികയാണ് റെഗുലറായിട്ട് കഴിക്കേണ്ടത്. അതേസമയം അനീമിയ വരുന്ന ഒരു സ്ത്രീക്ക് ഫോളിക് ആസിഡ് നിർത്തലാക്കൂല. ഫോളിക് ആസിഡിൽ നിന്നാണ് ഈ ചുവന്ന രക്താണുക്കളുടെ പിന്നെ രക്തം കയറാനുള്ള ഒരു നല്ല ഒരു ഗുളിക കൂടിയാണ് ഫോളിക് ആസിഡ്. അപ്പം അതൊന്നും നിർത്തലാക്കൂല. അപ്പം നല്ല രീതിയിൽ പ്രസവമൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. 10 മാസവും ആ കുഞ്ഞിന് 10 മാസമല്ലല്ലോ 9 മാസവും 9 ദിവസവും അമ്മയിൽ നിന്ന് കുഞ്ഞിന് കിട്ടാനുള്ള എല്ലാം ആ കുഞ്ഞിന് കിട്ടട്ടെ എന്ന് നമുക്ക് ധാരധാരയായി ധീരധീരമായി പ്രാർത്ഥിക്കാം. പുറത്തു വന്നാൽ ഇനി ആ കുട്ടി എന്തൊക്കെ കേൾക്കാനും കാണാനും അനുഭവിക്കാനും ഉണ്ട് എന്നുള്ളത് ആ കുട്ടിക്ക് പോലും അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിർവാഹമില്ല. അതുകൊണ്ടാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മൻ്റെ ഈ പുള്ളിക്കാരത്തിയുടെ വിഷയം എന്ന് പറയുന്നത്, പുള്ളിക്കാരത്തിക്ക് ഈ മോള് നഷ്ടപ്പെട്ടതൊന്നുമല്ല, മോളുടെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് നിർവഹിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇപ്പോഴും ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മോളിനെ ഇവരിൽ നിന്നും പറിച്ചു മാറ്റി എന്നുള്ളത്. അത് തെറ്റായ ഒരു ധാരണയാണ്. ഒരിടത്തു നിന്നും അങ്ങനെ ഒരു നിലപാട് ഉണ്ടായിട്ടില്ല. ഈ കുട്ടിയുമായിട്ട് അമ്മയ്ക്ക് എല്ലാവിധ ബന്ധവും നിലനിർത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത്, കുഞ്ഞിന് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കുഞ്ഞ് അമ്മയുമായി പോകാൻ അല്ലെങ്കിൽ അമ്മയോടൊന്ന് സംസാരിക്കാൻ പോലും കുട്ടി തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ഘട്ടം ഇപ്പോൾ ഉണ്ട്. അപ്പം അതൊരു വിഷയമാണ്. പിന്നെ ഇവളുടെ മോളുടെ കാര്യമല്ല, ഈ ഞമ്മൻ്റെ അല്ലുടായിപ്പോൾ മോളുടെ കാര്യമാണ് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. മോള് അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഉമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഉമ്മ ഇവരുടെ മോളാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് സംസാരം. അതായത് റഹീമുമായിട്ട് ഒറ്റയ്ക്ക് ഒരു ആട്ടോയിൽ കയറിയിരുന്നു പോയി. ഇത് സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് നമ്മുടെ കയ്യിലൊരു നല്ല കളിപ്പാട്ടമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു നല്ല കോസ്മെറ്റിക്സ് ഉണ്ട്, എൻ്റെ കയ്യിലൊരു നല്ല ബാഗുണ്ട്. ആ ബാഗ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ആ ബാഗിനേക്കാൾ നല്ലൊരു ബാഗ് എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഞാൻ ഈ ബാഗ് എടുത്ത് ഇങ്ങിപ്പുറം ഇട്ടിട്ട് ആ പുതിയ ബാഗ് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു. ആ പുതിയ ബാഗ് നല്ല രസമുള്ള ബാഗായിരുന്നു. 2-3 അറകളൊക്കെ കൂടുതലുള്ള 2-3 അറകളൊക്കെ കൂടുതലുള്ള നല്ല ബാഗായിരുന്നു ഞാൻ ഈ രണ്ടാമത് വാങ്ങിച്ച ബാഗ്. അങ്ങനെ ഞാനിങ്ങനെ പോകുമ്പോൾ ഉണ്ട് ഈ രണ്ടാമത്തെ ബാഗിൻ്റെ സിബ് അങ്ങ് പൊട്ടിപ്പോയി. അതിൽ അറകൾ കൂടുതലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, സിബ് പൊട്ടിയാൽ പിന്നെ അത് എന്തിനു കൊള്ളാം. അപ്പോഴാണ് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ ആ ആദ്യത്തെ ബാഗിൻ്റെ സിബ് പോലും പൊട്ടിയിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു, നല്ല ക്വാളിറ്റിയും ഉണ്ടായിരുന്നു, നല്ല ഭംഗിയും ഉണ്ടായിരുന്നു. അത് ആ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഹായ് എന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുമ്പോൾ, അങ്ങനെ ഞാൻ പോയി അത് ആ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ബാഗ് എൻ്റെ അനിയത്തി എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ എൻ്റെ അമ്മ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വേദന, വെപ്രാളം, അതൊക്കെയാണ് സത്യം. ഇവിടെ സത്യത്തിൽ ഈ ഉമ്മയ്ക്ക് ആ മരുമകനുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അയാളുടെ മകളെ സംരക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ്, പോരാത്തതിന് അയാളുടെ മുൻ ഭാര്യയുടെ ഉമ്മയും കൂടിയാണ്. അപ്പം ആ ഒരു സ്ത്രീയുമായിട്ട് അയാൾ സംസാരിച്ചാൽ പോലും തെറ്റൊന്നും ഇല്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയാലും വലിയ തെറ്റൊന്നും ഇല്ല. പക്ഷെ പുള്ളിക്കാരത്തിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് പൊരുത്തം ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്.
പുള്ളിക്കാരത്തിക്ക് എത്ര കല്യാണം കഴിച്ചാലും ഈ കല്യാണം കഴിച്ച ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊരുത്തം ചോദിക്കും. ഈ പൊരുത്തം ചോദിക്കുന്നതിലൂടെ കുറച്ച് പൈസയൊക്കെ അവരിൽ നിന്നൊക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ നിന്നാലും പുള്ളിക്കാരത്തിക്ക് പുതിയ പുതിയ ബാഗുകൾ കാണുമ്പോൾ ഭയങ്കര ഒരു ക്രൈസാണ്. ഈ മറ്റാരെങ്കിലും കൊണ്ടു നടക്കുന്ന ബാഗായിരുന്നാലും എന്തൊരു ചന്തമാണത്. അത് സത്യത്തിൽ അവർ കളയാൻ കൊണ്ടു നടക്കുന്ന ബാഗായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലുടായ്പ ടീംസിന് നല്ല ബാഗ് അതൊന്ന് കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നും. അപ്പം ആ ഒരു അവസ്ഥയാണ് പുള്ളിക്കാരത്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവന്മാരെല്ലാം, അതായത് ഇവളുടെ എക്സ് ഭർത്താക്കന്മാരെല്ലാം തന്നെ ഇവളുടെ പിന്നാലെ ഇങ്ങനെ വെച്ച് പിടിക്കണം. എന്താ പറയാ, എന്താ ഒരു ഐശ്വര്യ റോയ്, പിന്നോട് ഐശ്വര്യ റോയ് അന്ന് നടക്കണം. ഈ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നെല്ലും ഗോതമ്പും ഒക്കെ ഇവൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ അവർക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് വലിയ കൊടുമ്പിരി കുത്തിയ ഒരു പ്രശ്നമൊക്കെ ആയി മാറുന്നത്. അത് ആരാ, നമ്മുടെ ജാക്കിച്ചാൻ്റെ പ്രശ്നമൊക്കെ ഒരു വലിയ പ്രശ്നത്തിലൊക്കെ ആയിട്ട് മാറും. ഈ ജാക്കിച്ചാൻ കൂടെ ഉള്ളപ്പോഴും ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സിബു പൊട്ടാത്ത ബാഗ്, ആ ബാഗിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുക. ആ ബാഗിൻ്റെ അകത്ത് കുറേയൊക്കെ കുത്തിത്തിരിക്കുകയൊക്കെ വെക്കുകയൊക്കെ ചെയ്തതായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലാണ് അമ്മൻ്റെ ഉമ്മ കയറി ഇടപെട്ടത്. ഈ ഉമ്മ എന്ന് പറയണത്, ഇവളുടെ ഉമ്മ എന്ന് പറയണത് ഒരു സാധാരണ സ്ത്രീയല്ല. നല്ല സൗന്ദര്യമാണ് കേട്ടാടെ. അവരെ കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കില്ല. ഇവള് പറയണത് ശരിയാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ പ്രായമൊന്നും തോന്നിക്കൂല. അവരെ കണ്ടാൽ കൂടിപ്പോയ ഒരു 35 വയസ്സ് തോന്നിക്കും, അതിൽ കൂടുതൽ തോന്നിക്കൂല. നല്ല ചെറുപ്പക്കാരിയുമാണ്, നല്ല സ്മാർട്ടുമാണ് കേട്ടോ, സുന്ദരിയുമാണ്. അപ്പം ഇവക്ക് ഭയങ്കര വെപ്രാളം. ഈ വേണ്ടാത്ത ബാഗ് കൂടെ ഇരിക്കുമ്പോൾ ഈ ആദ്യത്തെ ബാഗിൻ്റെ നേരെ അധികാരം ചെലുത്താനും പറ്റുന്നില്ല. ഇതിനിപ്പോൾ കാക്ക കൊത്തി പോയി, കത്ത് സൂക്ഷിച്ചേര് കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കത്തേ പോയി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാവുമോ എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഇടയിൽ ഇതുവരെ ഇവളിങ്ങനെ ഒതുക്കി ഇവന്മാരെയൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്നതായിരുന്നേ. അപ്പം അതിൽ ഒരെണ്ണം ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇനിയിപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് എങ്ങാനും സ്നേഹം തോന്നിപ്പോയാലോ. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരത്തി പറയണ ഒരു കാര്യമുണ്ട്, വീട്ടിൽ ആങ്ങളമാരൊന്നും ഇല്ലേ ഈ തള്ളേനെ നേരെ ഇരുത്താൻ. ആങ്ങളെയും തന്തയും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പുള്ളിക്കാരത്തിനെ നേരെ ഇരുത്തിയോ എന്തോ. എന്നിട്ട് ഈ ഉമ്മ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് എന്നാണ് ഇവള് പറയുന്നത്. ഉമ്മ അഴിഞ്ഞാടി എങ്ങനെ നടന്നാലും ഉമ്മയ്ക്ക് ഒരു ഭർത്താവേ ഉള്ളൂ, മോൾക്ക് എത്ര ഭർത്താവുണ്ട് എന്നുള്ളത് വിഷയമൊന്നും ഇല്ല കേട്ടാ. ഇനിയും ഒരുപാട് കെട്ടണം. അങ്ങനെ ഈ സമൂഹത്തിനെ നീ ഇൻഫ്ലുവൻസ് ചെയ്യണം. അതായത് ഒന്നിൽ പിഴച്ചാൽ 10 ഒന്നിൽ പിഴച്ചാൽ മോളെ 10 എന്നുള്ളത് നമുക്ക് തിരുത്തണം കേട്ടോ മോളെ. അപ്പം അതുകൊണ്ട് തന്നെ പെറ്റെഴുന്നേറ്റാൽ ഉടനെ അടുത്ത ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുമല്ലോ അല്ലേ. 5ാമത്തെ കല്യാണമെങ്കിലും യൂട്യൂബേഴ്സിനെ എല്ലാം വിളിച്ചിട്ട് നീ നടത്തണേ മോളെ. അല്ല മോളെ, നിന്നെ കൂടെ കൂട്ടി നിനക്ക് ഭയങ്കര ഉയർന്ന സ്ഥാനമൊക്കെ തന്ന് കൊണ്ട് നടന്നിരുന്ന നിന്റെ ഉമ്മമാരൊക്കെ നിന്നെ എതിർക്കാൻ തുടങ്ങിയെന്ന്, നിന്നെ വേണ്ടാന്ന് പറഞ്ഞെന്ന് നീ ഉമ്മമാരടുത്തും പോയി മറ്റേ പണിയെടുത്തെന്നൊക്കെ കേൾക്കുന്നു. എന്താ ഭീഷണിപ്പണിയെടുത്ത് എന്നൊക്കെ കേൾക്കുന്നു. സത്യമാണ്. ഇനി എന്ത് സത്യമാണെങ്കിലും ഇത് ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ആ നാട്ടിലെ ഏറ്റവും മികച്ച അഭിനേത്രിയുമാണ് ഇവർ, അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഗുണ്ടയുമാണ് ഇവർ. അതേ കണക്ക് ഇവർക്ക് ഇപ്പോഴും പൈസ അയച്ചു കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങളോട് ഞാൻ ഒരൊറ്റ കാര്യമാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതായത് നിങ്ങൾ പൈസ അയച്ചു കൊടുത്തോ. കാരണം നിങ്ങളുടെ പൈസ അങ്ങനെ വല്ല തെണ്ടികളും തിന്നാനുള്ളതായിരിക്കും. കാരണം നിങ്ങൾ അധ്വാനത്തിന് അത്ര വിലയെ നിങ്ങൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈസ അയച്ചു കൊടുത്തോ. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാമോ? അതായത് ഇവളോട് ചോദിക്കണം. അതായത് മോളെ, നിനക്ക് ഞാൻ ചിലവിന് തരാം, നീ ഈ പണിയൊക്കെ നിർത്തി. അതായത് യൂട്യൂബിലെ വീഡിയോ നിർത്തൽ നടക്കൂല, അത് നമ്മുടെ ഇക്കാക്കന്മാര് അയ്യോ എത്ര കഷ്ടപ്പെട്ട് എത്ര വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇക്കാക്കന്മാരാണ്. അതുകൊണ്ട് ആ പണി നടക്കൂല മുത്തേ. ഇങ്ങനെ പറയണം. നീ ഇങ്ങനെ ഈ വായിട്ട് അലക്കാണ്ട് ഈ പെറ്റ തള്ളേനെ ഇങ്ങനെ നീ പറയാതെ നീ ഇരിക്ക്, നിനക്ക് വേണ്ടുന്നത് ചെലവിനുള്ളത് ഞാൻ അയച്ചു തരാം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കാണ്. അപ്പം നിങ്ങൾക്ക് അവളുടെ കയ്യിൽ നിന്ന് ചില സാധനങ്ങൾ കിട്ടും. അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അടുത്തെങ്കിലും വന്ന് പറയും.
അത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ അവളെ സുഖിപ്പിച്ച് അവളുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് ഗ്യാരണ്ടി ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മാനെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ വാപ്പാനെ പറയുന്നത് പോലെ ഈ ഭർത്താക്കന്മാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴും അവളുടെ മോൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് ആ ആദ്യത്തെ ഭർത്താവ് ആ മകളെ സംരക്ഷിക്കുന്നുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അത് കണ്ടാൽ സന്തോഷിക്കും. സംഭവം എന്താണ്? എൻ്റെ കുഞ്ഞ് അവൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം ഏതൊരു സ്ത്രീയുടെയും മനസ്സിലുണ്ടാവും. പക്ഷെ ഇവരുടെ മനസ്സിലെന്ന് പറയുന്നത് ഇവർക്ക് ആ സന്തോഷം കിട്ടണം, ഇവരുടെ മക്കൾ സന്തോഷിക്കുക എന്നുള്ളത് ഇവരുടെ നിഘണ്ടുവിലില്ല. ഇവർക്ക് സന്തോഷം കിട്ടണം. അപ്പം ഇവരാ മക്കളെ കാണിച്ചിട്ട് ആ വാപ്പന്മാരെടുത്ത് ദായിക്കാ നിങ്ങളുടെ മോൻ, ദായിക്കാ നിങ്ങളുടെ മോൾ, മോൾക്ക് ഒരു 5000 രൂപ സ്കൂളിൽ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വാങ്ങിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഭയങ്കര ചെറ്റ സ്വഭാവമാണ്. ഇന്നത്തെ അവരുടെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഇവര് ഉമ്മാനെ നിലയ്ക്ക് നിർത്തുക അല്ലെങ്കിൽ ഉമ്മാന്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു വലിയ നീണ്ട നിഘണ്ടു തന്നെ എടുക്കുന്നുണ്ട്. അതായത് ഉമ്മ ചെയ്തു പോയ തെറ്റെന്താണ്? മോൾക്ക് കൊലുസ് വാങ്ങാൻ വേണ്ടി മോളുടെ ഉപ്പാന്റെ കൂടെ പോയി എന്നുള്ളതാണ് ആ ഉമ്മാന്റെ മേലെയുള്ള ഇവളുടെ ആരോപണം. അത് ചെയ്തത് തെറ്റാണ്, അന്യപുരുഷനാണ്. അങ്ങനെയാണെങ്കിൽ ജുമൈല എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക്, അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി അവളുടെ ബെഡ്റൂമിൽ, ജുമൈല എന്ന് പറയുന്ന സ്ത്രീയുടെ ബെഡ്റൂമിൽ കയറി ജുമൈലയുടെ ഭർത്താവിൻ്റെ ഒപ്പം കിടന്ന നീ ചെയ്ത തെറ്റ് നിന്റെ ഉമ്മ ചെയ്തിട്ടുണ്ടോ മോളെ? അത് നീ പറയും. ഒരു തവണയല്ല, പല തവണ. അത് മാത്രമല്ല, ജുമൈല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിനെ നിന്റെ വീട്ടിനകത്ത്, നിന്റെ കട്ടിലിൻ്റെ അടിയിലെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു ആലങ്കാരികമായി പറഞ്ഞത് എന്നൊക്കെ ആക്കി തീർക്കുന്നീ, നിന്റെ ബെഡ്റൂമിൻ്റെ അകത്ത് വെച്ച് ഒറ്റമുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ ചുരിദാറിൻ്റെ പാൻറ് പോലും ഇടാതെ ഒറ്റ ചുരിദാർ, അതും ഓപ്പണുള്ള ചുരിദാറും ഇട്ടുകൊണ്ട് അവനെ ഉമ്മ വെച്ച് കളിച്ച നീ ചെയ്ത അത്രയും വലിയ തെറ്റ് ആ ഉമ്മ ചെയ്തോ മോളെ? പിന്നുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഉമ്മ രാത്രി 12 മണിക്ക് ഉമ്മാന്റെ ഫോണിൽ റഹീം വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആയിക്കോട്ടെ, ഉമ്മയല്ലേ, ഉമ്മയുടെ പ്രായമില്ലേ? അപ്പോൾ ഇതിനു മുമ്പ് റഹീം നിന്നെ 12 മണിക്ക് ശേഷം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ബന്ധം തീർത്ത ഭർത്താക്കന്മാരുമായിട്ട് നീ പൊരുത്ത കച്ചവടം നടത്തുന്നത്ര തെറ്റുണ്ടോ? നിന്റെ മകൾക്ക് കൊലുസ് വാങ്ങാൻ വേണ്ടി നിന്റെ ഉമ്മ നിന്റെ ആദ്യ ഭർത്താവിൻ്റെ ഒപ്പം ഒരു ഓട്ടോയിൽ യാത്ര ചെയ്തു എന്നുള്ളത്, ഇത് ഞാനായിട്ട് ചോദിക്കുന്നതല്ല കേട്ടോ. എൻ്റെ കുറേ അധികം കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാർ, വെൽവിഷേഴ്സ് എന്ന് അവരെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല, ആ ആളുകളുടെ ഒരു സംശയമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നീ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇനി ഈ ഭൂമിയിൽ 2 മക്കളേ ഉള്ളൂ. എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. അതായത് വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി എന്ന് വെച്ചാൽ അതിൻ്റെ ഓമനത്വം പോലും സത്യത്തിൽ എൻ്റെ ആരുമല്ല ആ കുഞ്ഞ്, എൻ്റെ ആരുമല്ല. പക്ഷെ ആ കുഞ്ഞ് എന്നെ നോക്കി ഒന്ന് ചിരിച്ചപ്പോൾ എൻ്റെ മനസ്സങ്ങനെ വേദന എടുത്തുപോയി. എൻ്റെ ആരുമല്ല, എനിക്ക് ആ പ്രായത്തിലുള്ള 2 മക്കളുണ്ട്, വളർന്ന വേറെ മക്കളുണ്ട്, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ മക്കളുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ടും ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് വാശിയോ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമല്ല തോന്നിയത്, വാത്സല്യമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ കുട്ടിയെ പ്രസവിച്ച ഉമ്മയല്ല. എന്നിട്ട് പോലും ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഒരു വാത്സല്യം വന്നു എങ്കിൽ എങ്ങനെ പ്രസവിച്ച വയറിന് അത് പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെനിക്ക് മനസ്സിലാകുന്നില്ല മോളെ. നീ ആ കുട്ടീനെ പെറ്റ് പോറ്റി വളർത്തിയതല്ലേ? ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയുകയാണ്. അതായത് ആ കുട്ടികളോട് ഒരാളോട് പോലും നിനക്ക് പ്രതിബദ്ധതയില്ല, സ്നേഹമില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പൊന്നാ 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 എന്ന് വിളിക്കുന്ന നീ ക്യാമറയ്ക്ക് പിറകിൽ ആ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റാത്ത ജോലികൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എടുത്താ പൊന്താത്ത കാര്യങ്ങൾ ആ കുട്ടികളെ കൊണ്ട് നീ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ കുട്ടികളോട് നിനക്ക് സ്നേഹമുണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ്.
ആ പെൺകുട്ടിക്ക് 2 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് നീ രണ്ടാമതൊരു നിക്കാഹ് കഴിച്ചത്. ആ നിക്കാഹ് കഴിഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന സമയത്ത്, ഈ കുട്ടിയെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ സമയത്ത്, ഞാനൊക്കെ ആണെങ്കിൽ പോയി പണി നോക്കടാ മോനെ, എനിക്ക് എൻ്റെ കുഞ്ഞ് തന്നെയാണ് വലുത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കും. പക്ഷെ നീ അതുമല്ല ചെയ്തത്. നീ എന്നിട്ട് ചെയ്തത് നിന്റെ സ്വന്തം ഉമ്മാരെ കൂടെ ഇരുന്ന ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി നീ അന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഈ രണ്ടാമത്തെ ഭർത്താവിൻ്റെ സഹോദരിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ തന്നെ അറിയാം നിനക്ക് ആ കുട്ടിയുടെ അടുത്ത് ഒരൽപ്പം പോലും സ്നേഹമില്ല. ആ കുട്ടിയെ കാണിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ തീങ്കാനെയും കൊണ്ടാക്കൂല, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ കളവ് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം ആളുകളെയാണ് നീ കബളിപ്പിച്ചതും. ഈ കുട്ടി CBSE സിലബസിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ഉള്ളത് വലിയ ബിൽഡപ്പൊക്കെ കൊടുത്തും കൊണ്ട് നീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പണമാട്ടം നടത്തിയത്. ഈ പണമാട്ടം നടത്തി എന്ന് പറഞ്ഞാൽ അത് നിന്റെ കഴിവാണ്, അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതായത് വിശ്വാസികളായ ഒരു കൂട്ടം ജനങ്ങളെ അവരുടെ വിശ്വാസം പറഞ്ഞ് തന്നെ കബളിപ്പിക്കാൻ നിനക്ക് മിടുക്കുണ്ടായി എങ്കിൽ നീ മിടുക്കിയാണ്. ഇന്നും അതേ വിശ്വാസം പറഞ്ഞ് തന്നെ നീ ജനങ്ങളെ കബളിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ അത് നിന്റെ മിടുക്കാണ്. പക്ഷേ മറ്റ് ജനങ്ങളെ നീ കബളിപ്പിക്കുന്നത് ഓക്കെ, അത് നിന്റെ മിടുക്ക് എന്ന് നമ്മൾ സമ്മതിക്കാം. പക്ഷെ സ്വന്തം വയറ്റിൽ കുരുത്ത സ്വന്തം കുഞ്ഞിനെ അവളിനി എൻ്റെ മകളല്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ നീ ഇപ്പോൾ ഒരു ഗർഭാവസ്ഥയിലാണ്. ഈ ഗർഭാവസ്ഥയിലുള്ള വിഷമതകളെല്ലാം നിനക്കറിയാം. ഇത് കഴിഞ്ഞ് ജനിച്ചു വീഴുന്ന കുട്ടീനെ ഒരു പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ അങ്ങനെ തന്നെ പറയാനായിട്ട് പറ്റൂ. കാരണം നമ്മുടെ ഒരു ശ്രദ്ധ ഒന്ന് മങ്ങിയാൽ, നമ്മുടെ ശ്രദ്ധയൊന്ന് മാറിയാൽ എന്തും സംഭവിക്കാവുന്ന ഒരു പ്രായത്തിൽ ആ കുട്ടികൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തി അത് തനിയെ ഒന്ന് നിൽക്കാനും നടക്കാനും ചൗരിക്കാനും പഠിക്കുന്നത് വരെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരുന്ന ഒരു ഉമ്മ, ആ ഉമ്മ നിന്നെയും നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയും നിന്നെ അത്തരത്തിൽ തന്നെയാണ് വളർത്തിയത്. അതേ രീതിയിൽ തന്നെയാണ് നിന്നെ പോറ്റിയത്. നിനക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്ന്, നീ ചൂണ്ടിക്കാണിച്ചവരെയൊക്കെ നിന്നെ കല്യാണം കഴിപ്പിച്ചു തന്ന് ആ ഉമ്മ നിന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും നീ ഇതുപോലെ അവരെ ചവിട്ടി തഴിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നാട്ടുകാർ മനസ്സിലാക്കി. നീ നിന്റെ ഉമ്മാനെയും നിന്റെ വാപ്പാനെയും നിന്റെ സഹോദരങ്ങൾ ആരെങ്കിലും ഒരാളെ നീ മാനിക്കുന്നുണ്ടോ കൊച്ചേ? ഇനി ഈ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നവനെ അവനെയും നീ സ്നേഹിക്കുന്നതല്ല, നീ സ്നേഹിക്കുന്നില്ല. നീ പ്രസവിച്ച് കഴിയുന്ന 3-ാം നാൾ നീ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് എനിക്കിങ്ങനെ ഒരു ഇല്ലിക്ക് അല്ലിക്ക് നെല്ലിക്ക് പുല്ലിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം നോക്കണം, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട് നീ അവനെ ചവിട്ടി പുറത്താക്കിയിട്ട് വന്ന് ഞങ്ങളുടെ മുന്നിൽ, അതായത് ഈ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ നീ വന്നിരിക്കുന്ന ദിവസം വിദൂരമല്ല, അതും ഞങ്ങൾക്കറിയാം. അപ്പം ജീവിതത്തിൽ ഒന്നിനോടും നിനക്ക് പ്രതിബദ്ധതയില്ല. നിനക്കാകെ പ്രതിബദ്ധതയുള്ളത് എന്ന് പറയുന്നത് പണത്തിൻ്റെ അടുത്ത് മാത്രമാണ്. പണത്തിന് വേണ്ടിയിട്ട് നീ എന്തും ചെയ്യും. പണത്തിന് വേണ്ടിയിട്ട് നീ ആരെ വേണമെങ്കിലും നീ ചവിട്ടിത്താഴ്ത്തും. പണം കിട്ടിയാൽ നീ ആരെ വേണമെങ്കിലും മള്ളും കൊണ്ടുപോകും. അപ്പം എൻ്റെ മോളെ, നമ്മൾ മരിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളെ മയ്യത്തിന് ചുറ്റും നിൽക്കാൻ നമ്മളെ മക്കളില്ല എങ്കിൽ, അവരിൽ നിന്ന് പൊഴിയുന്ന ഒരു തുള്ളി കണ്ണുനീര് ഇല്ല എങ്കിൽ, നമ്മൾ ഈ ലോകത്തിന് എത്ര പണം സമ്പാദിച്ചാലും ഇനി എന്തൊക്കെ സമ്പാദിച്ചിട്ടും ഒരു കാര്യവും ഇല്ലേ എൻ്റെ പൊന്നു മുത്തൻ. അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ, ആ സമയത്താണ് നമ്മൾ മരണപ്പെടുന്നത് എങ്കിൽ, നമ്മുടെ മയ്യത്ത് കിടത്തിയിരിക്കുന്നതിൻ്റെ കാൽക്കലോ തലയ്ക്കലോ ഇരുന്ന് കരയാൻ നമ്മുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഇല്ല എങ്കിൽ, അതും ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ്. നിന്റെ ഉമ്മാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, നീ ഇന്ന് മരണപ്പെട്ടു പോയാൽ പോലും നാശം, മരിച്ചെങ്കിൽ മരിക്കട്ടെ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് അവരുടെ മെൻ്റൽ കപ്പാസിറ്റി നീ കൊണ്ടുപോയിരിക്കുകയാണ്. കാരണം ഒരു ഉമ്മാനെക്കുറിച്ചൊരു മകൾ പറയാൻ പറ്റുന്നതിൻ്റെയും അപ്പുറം നീ പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ അങ്ങേ തലയ്ക്കൽ. നമുക്കൊക്കെ ഇപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മാതാപിതാക്കളുടെ അടുത്ത് പറയും, ഇങ്ങനെ പറയുമായിരിക്കാം.
ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ എന്ത് രോഷപ്രകടനം നടത്തിയാലും 5 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ രോഷം തീർന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. വന്ന് നെഞ്ചോട് ചേർത്ത് പോട്ട് മോനെ സാരമില്ല നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു മാതാപിതാക്കളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ മക്കളെ മനസ്സിലാകും. അപ്പം നിനക്ക് എവിടെയാണ് നീ ജയിച്ചത് എന്ന് നീ ഒന്ന് കാണിച്ചു തരാമോ? നീ ഇപ്പോഴും അവിഹിതം ആരോപിക്കുന്ന നിന്റെ ഉമ്മ നിന്റെ സ്വന്തം വാപ്പയുടെ ഒപ്പം തന്നെയാണ് കൊച്ചെ ജീവിക്കുന്നത്. നീയോ എന്നിട്ടും നിന്നുണ്ടങ്ങ് നീ എന്ത് വിശ്വാസമാണ് കുട്ടി പഠിച്ചത്? നീ എന്ത് ഈ വിശ്വാസം നമുക്കവിടെ മാറ്റിവെക്കാം. നീ പറയുന്ന നീ എത്രയോ മറ്റേ +2 ഒക്കെ കഴിഞ്ഞ് അന്ന് ആ വിദ്യാഭ്യാസം കൊണ്ട് നീ നേടിയെടുത്ത മൂലധനം എന്താണ്? മാതാപിതാക്കളെ ഇങ്ങനെ പറയല്ലോ. എത്ര ദുഷ്ടരായ മാതാപിതാക്കളാണെങ്കിൽ പോലും മക്കൾ ഇത്തരത്തിൽ അവരോട് പെരുമാറാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. നീ ഇപ്പൊ കിടന്നുറങ്ങുന്ന സ്ഥലം പോലും നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി തന്ന സ്ഥലമല്ലേ? ആ ഉമ്മ അവർക്ക് കൊടുത്ത സാധനം നിനക്കവർ തന്നതല്ലേ? അവിടെ കിടന്നുകൊണ്ട് ആ ഉമ്മാനെ ഇമാതിരി തെറി വിളിക്കുമ്പോൾ വിധി നമ്മളെ ചുറ്റിനും ഉണ്ട് എന്നുള്ള കാര്യം നീ മറന്നു പോവല്ലേ? ആ ഉമ്മാന്റെ കണ്ണീരുണ്ടല്ലോ, ആ ഉമ്മാന്റെ കണ്ണുനീര് നിന്നെ അമ്മാതിരി ചുട്ടു പൊള്ളിക്കും, നിന്നെ അമ്മാതിരി നശിപ്പിച്ചു കളയും. പെറ്റുമ്മാന്റെ കണ്ണുനീര് കൊണ്ട് ഇന്ന് വരെ നന്നായ ഒരു മനുഷ്യനും ഈ ലോകത്തില്ല, ഒരു മനുഷ്യനുമില്ല. ഇന്ന് ഞാൻ ഫിജോ ഹാരിസ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ വായിച്ചു. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു കുറച്ച് വരികൾ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം ആ പുള്ളിക്കാരത്തി ആദ്യത്തെ മാരേജ് ഒളിച്ചോടി പോയതാണ്. ആ പുള്ളിക്കാരി ഇപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. കാരണം അവരുടെ മക്കളെ കെട്ടിക്കാനായി കഴിഞ്ഞപ്പോഴാണ് അന്ന് അവർ ചെയ്ത ആ വലിയ തെറ്റെന്താന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞ് മാപ്പ് പറയാൻ ആ അച്ഛൻ്റെ അടുത്ത് അവർ പോകുമ്പോൾ ആ അച്ഛൻ ഓർമ്മകൾ നഷ്ടപ്പെട്ട് കിടക്കുവാണ്. അവർക്ക് ഇന്നും അവർ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ആ അച്ഛനോട് മാപ്പ് പറയാൻ സാധിക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ ആ അച്ഛന് കഴിവില്ല. അന്ന് അച്ഛൻ എങ്ങനെയാണോ അവരെ ജീവിപ്പിക്കാൻ ആഗ്രഹിച്ചത് അതുപോലെ ഞാൻ ഇന്നായി അച്ഛ എന്ന് ചെന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ല എന്ന്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല. നമ്മളെ കൂടെ ഉള്ള സമയത്ത് അവരെ ഇമാതിരി വേദനിപ്പിച്ചിട്ട് നാളെ നീ ഇരുന്ന് കരഞ്ഞിട്ട് പോലും ഒരു കാര്യവും ഉണ്ടാവൂല. ഇതെല്ലാം കൊണ്ടുവന്ന് ചവച്ച് തുപ്പുന്നത് സോഷ്യൽ മീഡിയയിലാണ് എന്നുള്ള കാര്യം നീ നാളെ ഒരു പക്ഷേ നിനക്ക് അവർ മാപ്പ് തന്നേക്കാം, അവർ നിനക്ക് മാപ്പ് തന്നേക്കാം, എല്ലാം ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഇത് ഇങ്ങനെ കൈമറിഞ്ഞ് ഒരുപാട് ചാനലുകളിൽ ഈ സംഭവങ്ങൾ കിടപ്പുണ്ട്. നിന്റെ മക്കൾ വലുതായിട്ട് നിന്റെ കുടുംബ പാരമ്പര്യം യൂട്യൂബിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരറിയാൻ പോകുന്ന ബൃഹത്തായ കാര്യങ്ങൾ നീ ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ല, ഇതൊക്കെ പറഞ്ഞാലും നിനക്ക് മണ്ടേ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയില്ല. പിന്നെ നിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞു തന്ന് നിന്നെ നേരെയാക്കാനോട്ട് പറ്റുകയില്ല. ഇനി ആരെങ്കിലും തന്നെ ഇതൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് നിനക്കൊന്ന് പറഞ്ഞു തന്നാലോ അവരെ നീ അപ്പം തന്നെ തള്ളയ്ക്കും നന്തയ്ക്കും വിളിച്ചിട്ട് ബ്ലോക്കും ചെയ്തിട്ട് നീ ഇറങ്ങി വരികയും ചെയ്യും. അതുവരെ അവർ ചെയ്തു തന്ന സഹായങ്ങളും നീ ഓർക്കൂല. അവർ നിനക്ക് ഉപദേശിച്ചു തരുന്ന ഉപദേശം നിന്റെ നല്ലതിനാണ് എന്നുള്ളത് നീ മനസ്സിലാക്കുകയും ചെയ്യൂല. എൻ്റെ ജീവിതത്തിൽ ഈ 42 വർഷത്തിനിടയിൽ നിന്നെപ്പോലൊരു മനുഷ്യജന്മത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മോളെ. പറയാതിരിക്കാൻ വയ്യ. നീ നിന്റെ ഉമ്മാനെയും ചവിട്ടി തേക്കുന്നു, നീ പെറ്റ് വളർത്തിയ നിന്റെ മകളെയും ചവിട്ടി തേക്കുന്നു. നീ എന്ത് തരം ഒരു മനുഷ്യനായാൽ ഒരു മകളായിട്ട് അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ ഒരു സഹോദരിയായിട്ട് അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കണം. നിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു നല്ല അയൽക്കാരിയായിട്ടെങ്കിലും നീ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ സക്സസ് ആയിട്ടുണ്ടോ? നീ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നീ സക്സസ് ആയിട്ടുണ്ടോ? ഒരു മനുഷ്യ ജന്മത്തിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും സക്സസ് ആവണ്ടേ മോളെ? ഒന്ന് ആലോചിച്ച് നീ തന്നെ സ്വയം ഒന്ന് വിലയിരുത്ത്. നീ എന്ന വ്യക്തിത്വം എന്താണ് എന്നുള്ളത് ഒന്ന് വിലയിരുത്ത്.